ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം നിയമസഭയിലെത്തി. പക്ഷെ അതെ. അദ്ദേഹം ചില ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല. സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ പറയുന്നു, പിന്നെ ചില വെട്ടുക്കിളികൾ കിടന്ന് രാഹുലിനെതിരെ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ വനിതാ IAS ഉദ്യോഗസ്ഥർ വരെ പാർട്ടിക്ക് പരാതി നൽകി എന്നൊക്കെ പറയുന്നു. അപ്പൊ അത്തരത്തിൽ വലിയ എന്താ പറയുക ആരോപണങ്ങളുള്ള ഒരു വ്യക്തി ഒരു ജനപ്രതിനിധി ആയിരിക്കാൻ യോഗ്യത ഉണ്ട് എന്ന് മെൻസ് അസോസിയേഷൻ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളാണല്ലോ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പൊ പിന്നെ അദ്ദേഹം നിയമസഭയിൽ വരേണ്ടത് തന്നെയാണല്ലോ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം വന്നതിൽ ഞങ്ങൾ എല്ലാവരും അത് ആസ്വദിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ളവർ കാര്യം ഒരു വ്യക്തമായ ഒരു പരാതി പോലും അവിടെ പോയിട്ടില്ല. അങ്ങനെ ഒരു പരാതി പോലുമില്ല, FIR ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിയമസഭയിൽ വരുന്നതിന് എന്താണ് തെറ്റ്? നിയമസഭയിൽ ഇരിക്കുന്ന പലരും പല കേസുകളിലും പ്രതിയാണ്, FIR ഇട്ടിട്ടുണ്ട്, കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. കോടതി എപ്പോ കുറ്റക്കാരൻ എന്ന് പറയുന്നു അപ്പോൾ മാത്രമേ ഏതൊരു വ്യക്തിയും ഒരു പ്രതിയാകുന്നുള്ളൂ. അതുവരെ ഒരു ആരോപിതനാണ്. ഏതൊരാളിനും ഇന്ന് ആരോപിക്കാമല്ലോ, ഏത് വിഷയം വച്ച് വേണമെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയമാണെങ്കിൽ അത് കേരളത്തിൽ നല്ല വളക്കൂറുള്ള ഒരു മണ്ണും തന്നെയാണ്. ഏതൊരു പെണ്ണിനും വന്ന് എന്ത് വേണോ ഒരു പുരുഷനെ പറ്റി പറയാം, അവന്റെ ജീവിതം അതോടുകൂടി താറുമാറാവുകയാണ്. ആ ഒരു സ്ഥിതിയിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് എന്തായാലും രാഹുൽ തങ്കുറപ്പോടുകൂടി നിയമസഭയിൽ വന്നു. അവിടെ ഒരു നല്ലൊരു വിജയമുണ്ടായി എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. ഇനി ആരോപണം ഉന്നയിക്കുന്നവർ തെളിവുകൾ കൂടി ഹാജരാക്കണം. എന്ത് കാര്യത്തിലും അദ്ദേഹം തെറ്റുകാരനാണ് എങ്കിൽ മറുഭാഗം നിൽക്കുന്ന പെണ്ണും തെറ്റുകാരി തന്നെയാണ്. ഒരിക്കലും അവൾ തെറ്റുകാരി അല്ലാതെ വരുന്നില്ല. കാരണം രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടിയിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതും വർഷങ്ങൾക്ക് മുൻപേ. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമല്ല ഈ വക ആരോപണങ്ങളുമായിട്ട് വരേണ്ടത്. അദ്ദേഹം എപ്പോഴാണ് പീഡിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് പ്രതികരിക്കണം. അതാണ് ഒരു പെണ്ണിന്റെ കഴിവ്, അന്തസ്തെന്ന് പറയുന്നത്. അതിവിടെ ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തില്. അദ്ദേഹത്തെ വേട്ടയാടുകയാണ് ഇപ്പൊ. അത് മാത്രമല്ല, ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ് ശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ റിനിയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പല പല വീഡിയോയിലും അദ്ദേഹം ഈ റിനിയുമായിട്ട് വളരെയധികം സന്തോഷിച്ച് സംസാരിച്ച് ചിരിച്ചുല്ലസിച്ച് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യുന്ന അവസരത്തിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും രീതിയിൽ റിനി പ്രതിപക്ഷ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണോ അദ്ദേഹം ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നതെന്നൊരു സംശയമുണ്ട്. കാര്യം കോൺഗ്രസിൽ വലിയൊരു വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുകയാണ്. കാരണം ഈ ആരോപണങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്തിനു പറയുന്നു, കഴിഞ്ഞ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് വരെ ഉണ്ടായില്ലേ ഇത്രയും പ്രായം ചെന്നൊരു മനുഷ്യനെതിരെ വരെ ആരോപണങ്ങൾ ഉണ്ടായില്ലേ? എന്നിട്ട് അതെന്തായി? രാഷ്ട്രീയപരമായിട്ട് തന്നെ ഏതൊരു പാർട്ടിക്കാരത് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് വരെ അത് പറയുകയുണ്ടായില്ലേ ആ അവസരത്തിൽ? അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പൊതുജനം മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കേണ്ടതാണ്. കാരണം ഏത് നിമിഷം വേണമെങ്കിലും നമുക്കെതിരെ ഇത് ഉണ്ടാവാം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സത്യം പറഞ്ഞാല് എന്നെ ഏറ്റവും കൂടുതൽ വിളിച്ച് പിന്തുണ തരുന്നത് സ്ത്രീകളാണ്. ഏതെങ്കിലും ഒരു സമരം നടത്തുന്നുണ്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് റാലി നടത്തുന്നുണ്ടോ, തീർച്ചയായിട്ടും ഞങ്ങളതിൽ പങ്കെടുക്കുമെന്ന് പറയുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. ഞാനിപ്പോ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു റാലിയോ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഞാൻ പോകാത്തത്. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗർഭചിത്രം നടത്തി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരു മനുഷ്യത്വമില്ലാത്ത ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു, എന്നിട്ട് ശാരീരികമായി ബന്ധപ്പെടുന്നു, അതിനുശേഷം അതിൽ ഒരു കുഞ്ഞുണ്ടാവുന്നു, ആ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി മുൻകൈ എടുക്കുന്നു. അതൊരു ജനപ്രതിനിധിയാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഇത് ചെയ്യുന്നത് ഏറ്റവും മോശകരമായ കാര്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നത് അതിന് തെളിവ് ഇതേവരെ കിട്ടിയായിരുന്നു? എന്റെ അറിവിൽ ഇതേവരെ അതിനൊരു തെളിവ് കിട്ടിയിട്ടില്ല. ഇനി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതല്ല, ഇത് പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ്. ഇനി പ്രഗ്നന്റ് ആയി എന്ന് കരുതുക, അങ്ങനെ ഒരു അബോർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയും അതിന് ഉത്തരവാദിയല്ലേ? അവളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയല്ലോ ചെയ്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അതിൽ തുല്യ പങ്കാളിയാണ്, തുല്യ പ്രതികളാണ്. ആ കുഞ്ഞിനെ, അങ്ങനെ ഒരു കുഞ്ഞിനെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അതില് കുറ്റക്കാർ തന്നെയാണ്. അതിലെങ്ങനെ ഒരാൾ മാത്രമാകും?
അല്ല, ഈ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ അടക്കം പറയുന്നത് ഞാൻ ഇരയെ കണ്ടു, ഇര പരാതി നൽകാൻ തരത്തിൽ അല്ല, അവർ ഭയങ്കര ട്രോമയിലാണ്, ആ ട്രോമയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അത്തരത്തിൽ ഒരു മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയാണ് പുറത്തു വന്ന്, അല്ലെങ്കിൽ അവളുടെ ഐഡന്റിറ്റി പുറത്തറിഞ്ഞാൽ അത് അവളുടെ ജീവിതത്തെ ബാധിക്കും, അല്ലെങ്കിൽ നാളെ സമൂഹം അവളെ നോക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലായിരിക്കില്ല ആ പെൺകുട്ടി ചിലപ്പോൾ പരാതി പറയാൻ മുന്നോട്ട് വരാത്തത്. അല്ല, ആത്മാഭിമാനം സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, പുരുഷന്മാർക്കും ഉണ്ടല്ലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം ഇത്രയധികം മാനസികമായിട്ട് അദ്ദേഹത്തെ തളർത്തിയില്ലേ? ഇപ്പൊ സ്ത്രീകൾക്ക് ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ട്രോമ ഉണ്ടെന്ന് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ പുരുഷനെന്താ ഇതൊന്നും ഇല്ല? അഭിമാനമില്ല അവന് ഭൂമിയിൽ ജീവിക്കണ്ടേ? പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് സുപ്രീം കോടതി വരെ അനുവദിച്ചിട്ടുള്ളതല്ലേ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റില്ല എന്ന് സുപ്രീം കോടതി വരെ പറയുമ്പോ ഇവിടെ എങ്ങനെയാണ് ഇദ്ദേഹം ഒരു തെറ്റുകാരനാകുന്നത്? ഇനി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹം കഴിഞ്ഞതിന് ശേഷമല്ലേ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നത്? അതിനു മുൻപേ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് ഈ പെൺകുട്ടി പോയത്? എന്തിനാ? എന്തായാലും മാങ്കൂട്ടം ഒരിക്കലും അവരുടെ വീട്ടിൽ പോയല്ലോ, വീട്ടിൽ ചെന്ന് എന്താ പറയാ ബലാത്സംഗം ചെയ്തതല്ലോ. കാര്യം അതിക്രമിച്ച് അവരുടെ വീട്ടിൽ കയറി പീഡിപ്പിച്ചു എങ്കിലുമാണ് അത് തെറ്റെന്ന് പറയുന്നത്. ഇത് അദ്ദേഹം വിളിക്കുന്നിടത്തോ അദ്ദേഹം വിളിച്ചെടുത്തോ അദ്ദേഹം പറഞ്ഞ സ്ഥലത്തോ പോയിട്ട്, അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് വീട്ടിൽ നിന്നല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോയി ഇവർ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനെ തെറ്റാവും? അങ്ങനെ തെറ്റ് ചെയ്തു എങ്കിൽ ഇത് രണ്ടുപേരും തെറ്റുകാരല്ലേ? അപ്പൊ രണ്ടുപേരും അതിൽ പ്രതികളല്ലേ? ആ ഒരു കുഞ്ഞിനെ കൊന്നു എന്ന് പറയുമ്പോഴും അത് കുറ്റം രണ്ടുപേരും കുറ്റക്കാരാണ്. അതിൽ ഒരാളെ മാത്രമായിട്ട് വേട്ടയാടുന്നത് തെറ്റാണ്. അതിൽ രണ്ടുപേരും പ്രതികൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ. ഇപ്പൊ നാളെ ഒരു സമയത്ത് ഒരു പെൺകുട്ടി വന്ന് പരാതി നൽകുന്നു, എന്റെ അനുവാദമില്ലാതെ എന്നെ ബലാത്സംഗം ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എന്നെ ശാരീരികമായി എന്റെ അറിവില്ല അല്ലെങ്കിൽ എന്റെ സമ്മതത്തോടെ അല്ല എന്റെ ശരീരത്തിൽ തൊട്ടത് എന്ന് പറഞ്ഞാൽ മെൻസ് അസോസിയേഷൻ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്ന് പറയുകയാണ് അന്ന് എന്റെ ശരീരത്തിൽ തൊട്ടത് എന്താ പറയാ അനുവാദമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? അതെങ്ങനെയാ നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പെൺകുട്ടിയെ പെട്ടെന്നൊന്നും അങ്ങനെ പീഡിപ്പിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി അല്ലല്ലോ ജീവിക്കുന്നത്. പെൺകുട്ടികൾ അത്ര അറിവില്ലാത്തവരൊന്നും അല്ലല്ലോ. ഒരു പുരുഷൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തിനു പറയുന്നു, ഒരു ഗുഡ് ടച്ചും ബാഡ് ടച്ചും തിരിച്ചറിയാൻ പറ്റാത്തവരാണോ ഇന്നത്തെ പെൺകുട്ടികൾ, തലമുറകൾ? ഒരിക്കലുമല്ല. ഈ അടുത്ത കാലത്ത് ഒരു റീൽസിൽ തന്നെ പറയുന്നുണ്ട്, വലിയ ലേഡി പറയുന്നുണ്ടായിരുന്നു, തുടക്കം മുതൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിയാൻ പറ്റുമെന്നാണ് ഒരു പുരുഷൻ മോശമായിട്ട് ഏത് രീതിയിലാണ് പെരുമാറുന്നതെന്ന്. അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ട് അത് ഈ പെൺകുട്ടിക്ക് മനസ്സിലായില്ല? അപ്പൊ ഇവർ സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ്, അവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു, അത് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടല്ല, പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ഇന്ന് പെൺകുട്ടികൾ എത്രയോ പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു. എത്രയോ പെൺകുട്ടികളെ എനിക്കറിയാം അങ്ങനെയുള്ളവരെ. അവർക്ക് ഒന്നോ രണ്ടോ പുരുഷന്മാരുമായിട്ട് ഉള്ള ശാരീരിക ബന്ധം പോരാ, അതിൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട്. എന്നാൽ നല്ല സ്ത്രീകൾക്കും കൂടി ഇത് അപമാനമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പീഡനം യഥാർത്ഥത്തിൽ ഒരു ബലാത്സംഗമോ ഒരു പീഡന കേസോ അനുഭവിക്കുന്ന ഒരു പെണ്ണിന് കൂടി നീതി കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് വരും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി റിനിയാണല്ലോ ഇതിന്റെ തുടക്കം. റിനി വന്ന ഒരു മാധ്യമത്തോട് ഇങ്ങനെ പറഞ്ഞതിലാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം വരുന്നത്. റിനി ഇന്ന് ആരാണ്? സെലിബ്രിറ്റിയാണ്. പുള്ളിക്കാരി ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നു. നമുക്കാർക്കും അറിയില്ല നടിയാണെന്ന്. പക്ഷേ ഇപ്പൊ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. അപ്പൊ ഇങ്ങനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങും ഇങ്ങും തൊടാതെ, ഒരാളുടെ പേര് പോലും പറയാതെ വന്ന് ഒരു ഏത് ഇപ്പോ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്യും. അവർക്ക് എന്ത് പിന്നെ വേണമെന്നുള്ളത് തീർച്ചയായിട്ടും അതെല്ലാം കൊടുക്കും. അത് തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായി, പിന്നെ അങ്ങോട്ട് പുള്ളിക്കാരി വൈറലാവുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ രീതിയിലോട്ട് ഒരു പെൺകുട്ടിയെ എത്തിക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് തയ്യാറാണ്. ഇത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ പെൺകുട്ടികൾക്ക് അപമാനമാണിത്. നല്ലവരായ സ്ത്രീകളെയും കൂടി ഇന്ന് കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, കർണാടകയിലേക്ക് പോയി സംസാരിക്കുമ്പോൾ മലയാളി പെൺകുട്ടികൾക്ക് എന്താ പറയാ ഒരു മാനമില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ്. അവിടുത്തെ സ്ത്രീകളല്ലേ അതങ്ങനെ തന്നെ എന്ന് പറയുന്ന ഒരു സ്ഥിതി. അത് നമുക്ക് തന്നെ നാണക്കേടാണെന്നേ. നമ്മുടെ അമ്മയും പെങ്ങന്മാരും മക്കളും ഒക്കെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് സ്ത്രീകൾ ഇതുപോലെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്
ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുമ്പോൾ അതിനെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് ഈ ഒരു വൈറലാക്കി വിടുമ്പോൾ നമ്മുടെ നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്കും കൂടി ദോഷമാണ്. അവർക്കെതിരെ ഒരു പീഡനം ഉണ്ടായാൽ അവർക്ക് പുറത്തു പറയാൻ മടിയുണ്ടാവും. കാരണം അത് ജനം കേസായിരിക്കും. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരേ കണ്ണിലേ കാണത്തുള്ളൂ. കോടതികൾ നിയമങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. ഇപ്പോ കോടതികൾ വിവേചനാധികാരം എടുത്തു തുടങ്ങി. മുൻപെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നു. പെണ്ണ് പറയുന്നതിനനുസരിച്ച് കേസുകൾ ക്ലോസ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് തിരിച്ച് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത്രയും കാലം എവിടെ പോയി? അന്ന് എന്തായിരുന്നു? നിങ്ങൾ ഒരുമിച്ച് സമ്മതത്തോട് കൂടിയിട്ടല്ലേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലോട്ടും എത്തി. അതാണ് ഈ സംഘടനയുടെ പ്രവർത്തനവും വിജയവും എന്ന് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും വളരെ നന്ദി ഇത്രയും നേരം പ്രതികരിച്ചത്.